ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. എപ്പോഴാ കാണുന്നതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം പറഞ്ഞു എന്തരോ. ഞങ്ങളപ്പോ എവിടെയായിരുന്നു നമ്മള് പോകുന്നത്? കണ്ടാ എവിടാ പോന്നേന്ന് പോലും അറിയത്തില്ല. നമ്മള് ക്ലിനിക്കിലോട്ട് പോവുകയാണ്. ക്ലിനിക്കിലോട്ട് പോകാനായിരുന്നു പ്ലാൻ, പക്ഷെ സുപ്രീമിൽ പോണോന്ന് പറഞ്ഞു. സുപ്രീം എത്ര മണിവരെ കാണുമെന്ന് അറിയത്തില്ല, അടച്ചെന്ന് തോന്നുന്നു. തുറന്നിരിക്കുവാണെങ്കിൽ കുറച്ച് ബേക്ക്ഡ് ഐറ്റംസ് വാങ്ങിക്കണം. ഈസ് ദ സുപ്രീം ദ ഓപ്പൺ? സുപ്രീം തുറന്നിരിക്കുന്നു. ബേക്ക്ഡ് ഗുഡ്സ് വാങ്ങിക്കാൻ പോവുകയാണ്. ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. എന്തേലും വെട്ടമുണ്ടാ? ക്ലിനിക്കിൽ പോണോന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഇവിടെ എത്തിയപ്പോ കൊണ്ട് സുപ്രീമിൽ കയറി എന്തേലും വാങ്ങിക്കണമെന്ന്. സുപ്രീമിൽ കയറി എനിക്കൊരു ഡോണറ്റ് കഴിക്കാനൊരു മോഹം. ഇതെല്ലാം ഡോക്ടർ നിർത്താൻ പറഞ്ഞ സാധനങ്ങളാണ്, ശ്രദ്ധിക്കുക. പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെയാണ്, ഡോക്ടർ പറയും കഴിക്കരുതെന്ന്, പക്ഷെ അവള് പറയും കഴിക്കണമെന്ന്. അങ്ങനെയല്ല, കൊറേ ആയിട്ട് ഷുഗർ ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കഴിക്കാനൊരാഗ്രഹത്തിന് കഴിക്കുന്നു. എന്നിട്ട് ഇനി നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഇനി ട്യൂസ്ഡേ ഹോസ്പിറ്റലിൽ പോകണം. അതൊക്കെയാ. ഇനി ട്യൂസ്ഡേ ഹോസ്പിറ്റലിൽ പോണോ? അതെ. ഏത് വേണം? ഇത് മറ്റേ സാധനം ഇല്ല. അതിനെന്തായിരുന്നു പറയുന്നത്? കസ്റ്റേർഡ് എന്തോ അങ്ങനെ എന്തോ. കയറി ഇതൊക്കെ വാങ്ങി, പിന്നെ അവിടുന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല, വൺ വേയാ. പിന്നെ നമ്മൾ കറങ്ങി തിരിച്ച് മെയിൻ റോഡിൽ ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞായറാഴ്ച രാത്രി ആയതുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റി. ഇത് കണ്ട ഈ വൺ വേ ആയിട്ട് റോഡ് സൈഡ് കയറി വരുന്നുണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ക്ലിനിക്കിലോട്ട് നടക്കുകയാണ്. നടക്കൂ. എന്തേലും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോയിക്കോണം. നല്ല രസമുണ്ടായിരുന്നു, ചീര പോലെ ഇരിക്കും. എന്തായാലും രാത്രി ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. ദേവി ക്ലിനിക്ക് ഫുൾ ടൈം ഉണ്ടെന്നാണ് പറയുന്നത്, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഞാൻ ഗ്ലൗസ് മാറ്റാൻ പറയുമ്പോൾ ആശിച്ച് ഇറങ്ങി സാനിറ്റൈസ് ചെയ്യടാ, പക്ഷെ എന്നാലും മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെയാണോ അതോ ക്യൂസിൽ പോയപ്പോഴാണോ ഓർമ്മയില്ല, ഇങ്ങനെ ഗ്ലൗസിൽ ബ്ലഡ് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. നമ്മൾ നോക്കിയിട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റിനൊക്കെ വരുമ്പം ഇത് സാമ്പിൾ എടുക്കുമ്പം ഗ്ലൗസ് ഇടേണ്ട ആവശ്യമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഇടണമെന്നാണ്, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞു ഇത് കണക്ക് ചില ഹോസ്പിറ്റലുകളിൽ 1-2 പേര് മാത്രമേ ഗ്ലൗസ് ഇടുന്നുള്ളൂ, ബാക്കി ആരും ഇടാറില്ലെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ഇടണം, അക്രഡിഷൻ കിട്ടിയ ഹോസ്പിറ്റലിൽ എല്ലാവരും അത് ഇടണമെന്ന് മസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർ ഗ്ലൗസ് ഇടാതെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വരുവാണെങ്കിൽ പറയണം. അക്രഡിഷൻ കിട്ടിയ ഹോസ്പിറ്റലാണെങ്കിൽ എടുക്കുമല്ലോ, നിങ്ങൾക്ക് അക്രഡിഷൻ ഇല്ലേ അങ്ങനെ ചോദിക്കണം. ഇത് ഇടണമെന്നാ ഈ ലാബിൽ വരുമ്പോഴേ. ഞാനിങ്ങനെ ഇറങ്ങി ഇത് ഞങ്ങൾക്ക് ഗ്ലൗസ് ഇടാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വെയിൻ ഗ്ലൗസ് ഇട്ടിട്ട് നോക്കുമ്പോൾ വെയിൻ കിട്ടത്തില്ല എന്ന്. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടാത്തത്. അപ്പൊ ആ ചേച്ചി പറയുന്നു അത് പഠിക്കുമ്പോഴേ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് എടുക്കുന്നത്, അപ്പോഴത്തേക്ക് മനസ്സിലാവേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ
കൈകെട്ടി ഈശോൻ്റെ പള്ളിയിലോട്ട് പോവാണ്. ഞങ്ങൾ പെണ്ണുകാണലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുറത്ത് പോയപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ആ പള്ളിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് പെരുന്നാൾ എന്തോ ആണെന്ന് തോന്നുന്നു. അവർ നോ പാർക്കിംഗ് വെച്ചേക്കുന്ന, അകത്തോട്ട് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. മാറ്റി വെച്ചേക്കുമല്ലേ, കയറുമെന്ന് സത്യവചനം നിത്യവചനം സ്വർഗീയ ഭവനത്തിൻ വാതിൽ ദേവി ക്ലിനിക്കിൽ പോയി, സുപ്രീമിൽ പോയി, ബീച്ചിൽ പോകാൻ പറ്റിയില്ല. അതെന്ത് ബീച്ചിൽ പോകാൻ പറ്റായിരുന്നേ? ബീച്ചിൽ പോകാൻ മറന്നുപോയി. ഞങ്ങളപ്പോൾ ആദ്യം സുപ്രീമിൽ പോയി ഡോണറ്റ് വാങ്ങി, പിന്നെ ക്ലിനിക്കിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകെട്ടി ഈശോൻ്റെ പള്ളിയിൽ പോയി. കൈകെട്ടി ഈശോൻ്റെ പള്ളി അങ്ങനെ പറയുന്നെങ്കിലും പക്ഷേ ശരിക്കും പള്ളിയുടെ പേര് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നാണ്. എല്ലാവരും കൈകെട്ടി ഈശോൻ്റെ പള്ളി അങ്ങനെ പറയുന്നത്. അത് ഇന്നാ അറിഞ്ഞത്. ഇന്ന് അവിടെ എഴുതി വെച്ചിരുന്നത് വായിച്ചിട്ടാണ് അറിയുന്നത്. എന്നിട്ട് എല്ലാം അറിയാവുന്നതാണൊക്കെ പറയുന്നത്. ഞാനിത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലോട്ട് കയറുന്ന വഴിക്ക് ആർച്ച് ഉണ്ടായിരുന്നു. ആർച്ചിന് പുറത്ത് വെച്ചിരിക്കുന്ന വലിയ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഓർത്ത് മെയിനായിട്ട് ഇനി സെബസ്ത്യാനോസ് പുണ്യാളനാണ് ഞാൻ ചിന്തിച്ച്. പക്ഷേ അപ്പോഴും ഞാൻ പള്ളിയുടെ പേര് നോക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നില്ല. എല്ലാവരും കൈകെട്ടി ഈശോൻ്റെ പള്ളി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പള്ളിയുടെ പേരറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയത്തില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നിരിക്കുന്നത്. എനിക്ക് പണ്ട് പോലെ അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ് അറിയാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അറിയത്തില്ലായിരുന്നു അവിടെ പെരുന്നാളാന്ന്, അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പോയപ്പോഴും നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ കല്യാണമൊക്കെ ആലോചിച്ച് നമ്മൾ പെരുന്നാളിലൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അവിടെ പോയത്. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അതായിരുന്നു കൺക്ലൂഷൻ. പിന്നെ ഈ കണ്ടത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമന്റ് ബിലോ. ബൈ. എന്തോ എന്തരോ